നമ്മൾ അയച്ച മെയിൽ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെയാണ് ഡിലീറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുക എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമ്മൾ ജിമെയിൽ ഇതുപോലെ ഓപ്പൺ ആക്കി അത് കഴിഞ്ഞിട്ട് ഇവിടെ കമ്പോസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, ടു കൊടുക്കുന്നു, സബ്ജക്ട് കൊടുക്കുന്നു, മെയിൽ കൊടുക്കുന്നു. ഇനി ഇത് കോൺഫിഡൻഷ്യൽ മോഡിൽ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രം മറ്റൊരാൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലോക്കിന്റെ ചിഹ്നം കാണും. ടോഗിൾ കോൺഫിഡൻഷ്യൽ മോഡ് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ഒരു താഴിന്റെ ചിഹ്നമുണ്ട്, ആ ചിഹ്നത്തിൽ സെലക്ട് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഒരാഴ്ചക്കുള്ളിൽ എക്സ്പയർ ആണ് ഇത് അതുപോലെ തന്നെ കൊടുക്കുക. 1 ഡേ, ഒരു ദിവസത്തിനുള്ളിൽ. അപ്പൊ ഈ ഒരു ദിവസത്തേക്ക് മാത്രമേ മറ്റേയാൾക്ക് ഈ മെയിൽ ഓപ്പൺ ചെയ്ത് വായിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ മെയിൽ ഡൗൺലോഡ് ചെയ്യുക, കോപ്പി ചെയ്യുക, പ്രിന്റ് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തൊന്നും പറ്റത്തില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അങ്ങനെ നമുക്ക് 5 വർഷം വരെ ഉണ്ട്. നമുക്ക് ഇതിലേതാ നമുക്ക് വേണ്ട, ഈ ഒരു സെറ്റിംഗ്സിൽ മാത്രമേ നമുക്ക് പണിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിവിടെ 5 വർഷം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അത് ഇവിടെ 2000, അപ്പൊ ഇവിടെ ഡേറ്റ് കൃത്യമായിട്ട് കാണിക്കും. 2029 ഇത് എക്സ്പയറി ആയി പോവുക. ഓക്കെ. അതുപോലെ SMS പാസ്കോഡ് വേണമെങ്കിൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് നേരത്തെ പോലെ തന്നെ മൊബൈൽ